നമ്മൾ പലപ്പോഴും തീരുമാനിക്കുന്നത് എനിക്ക് വേണ്ടത് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷവാനാവൂ എന്നാണ്. പുതിയ ജോലി കിട്ടിയാൽ, ഒരു പൂർണ്ണമായ സ്നേഹബന്ധം കിട്ടിയാൽ, സ്വപ്ന വീട് കിട്ടിയാൽ, ശരീരഭാരം പെർഫെക്റ്റ് ആയാൽ, പുതിയ കാറ് കിട്ടിയാൽ, എല്ലാം ലഭിച്ചാൽ മാത്രമേ സന്തോഷം വരൂ എന്ന് നാം കരുതുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന സന്ദേശം ഞാൻ ഇപ്പോൾ സന്തോഷവാനല്ല എന്നാണ്. അപ്പോൾ യൂണിവേഴ്സ് നമ്മോട് പറയും ഇതൊക്കെ റിസീവ് ചെയ്യാൻ നീ യോഗ്യനായിട്ടില്ല എന്ന്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ലക്ഷ്മി പൂജ ടാരോ അബണ്ടൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് പൊളാരിറ്റി അല്ലെങ്കിൽ ധ്രുവീകരണ നിയമത്തെക്കുറിച്ചാണ്. ധ്രുവീകരണ നിയമത്തെ വിരുദ്ധ നിയമം എന്നും പറയാറുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് മുഖങ്ങളുണ്ട്. വെളിച്ചമില്ലാതെ ഇരുട്ടിനെ മനസ്സിലാക്കാൻ കഴിയില്ല. സന്തോഷം അറിയാൻ ദുഃഖം അനുഭവിക്കണം. വിജയം തിരിച്ചറിയാൻ പരാജയം ആവശ്യമാണ്. അപ്പോൾ വിരുദ്ധങ്ങളുടെ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. വിരുദ്ധങ്ങൾ ഒരേ രേഖയുടെ രണ്ട് അറ്റങ്ങളാണ്. ചൂടും തണുപ്പും, സന്തോഷവും ദുഃഖവും, വിജയവും പരാജയവും. ഇവയെല്ലാം ഒരേ എനർജിയുടെ രണ്ട് അറ്റങ്ങൾ മാത്രമാണ്. ഒന്നിനെ കുറിച്ചറിയാൻ മറ്റേതിനെ അനുഭവിക്കണം. വിരുദ്ധങ്ങളില്ലാതെ വളർച്ചയുണ്ടാവില്ല. പ്രശ്നങ്ങളില്ലാതെ നമ്മുടെ ശക്തി പുറത്തു വരില്ല. നഷ്ടങ്ങളില്ലാതെ ലഭിച്ച അനുഗ്രഹത്തിന്റെ വില അറിയാൻ കഴിയില്ല. ഒരിക്കൽ നമ്മെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കുന്നു. ലോ ഓഫ് പൊളാരിറ്റി നമ്മെ പഠിപ്പിക്കുന്നത് ഓരോ അനുഭവത്തിലും വിരുദ്ധങ്ങളുടെ വിത്ത് ഉണ്ടെന്നാണ്. ദുഃഖത്തിൽ സന്തോഷത്തിന്റെ വിത്ത്, പരാജയത്തിൽ വിജയത്തിന്റെ വിത്ത്, ഇരുട്ടിൽ വെളിച്ചത്തിന്റെ വിത്ത്. നമ്മുടെ കോൺഷ്യസ് ചോയ്സ് ആണ് ഏത് വശം വളർത്തണമെന്ന്. അതായത് ജീവിതം നമ്മെ തളർത്തുമ്പോഴും ഇത് എൻ്റെ വളർച്ചയ്ക്കാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വളരണം. നെഗറ്റീവ് സൈഡ് നിരസ്കരിക്കാതെ അംഗീകരിച്ച് അതിലൂടെ പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. വേദനയെ ഓടിച്ചു കളയുമ്പോഴല്ല, ഇതിൽ നിന്ന് എന്ത് പഠിക്കാം എന്ന് ചോദിച്ച് എംബ്രേസ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാറ്റം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് ലോ ഓഫ് പൊളാരിറ്റി നമ്മളെ പഠിപ്പിക്കുന്നു. ഇരുട്ടിനെതിരെ പോരാടാനാവില്ല, പക്ഷേ ഒരു ചെറിയ വിളക്ക് തെളിയിച്ചാൽ ഇരുട്ട് മാറും. അതുപോലെ വേദനയെ ആക്സെപ്റ്റ് ചെയ്താൽ അത് പതിയെ പോസിറ്റീവ് എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓരോ വേദനയ്ക്കും ഒരു സന്ദേശമുണ്ട്. അത് നമ്മെ കരുത്തുള്ളവരാക്കാനും കരുണയുള്ളവരാക്കാനും ആത്മീയമായി ഉയർത്താനും സഹായിക്കും. അതിനാൽ വേദനയെ ശത്രുവായി കാണേണ്ട, അതിനെ എംബ്രേസ് ചെയ്യൂ. അതിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രദ്ധിക്കൂ. പതിയെ അത് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുക തന്നെ ചെയ്യും. ജീവിതത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങൾ വന്നാൽ സ്വയം ചോദിക്കുക, ഇതിന്റെ വിരുദ്ധം എന്താണ്? എനിക്ക് അതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഉദാഹരണത്തിന്, നിങ്ങൾ നിരാശയിലാണെങ്കിൽ ഓർക്കുക, അതേ എനർജി ലൈനിൽ തന്നെ പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും എനർജി ഉണ്ട്. നിങ്ങൾ ഗ്രാജുവലി അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഇപ്പോഴത്തെ നിരാശ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ, ആ നിരാശയുടെ ഉള്ളിലും ഒളിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ, പ്രപഞ്ചം പതിയെ നിങ്ങളെ എനർജി ലൈനിന്റെ പോസിറ്റീവ് അറ്റത്തേക്ക് കൊണ്ടുപോകും. അതിനാൽ ലോ ഓഫ് പൊളാരിറ്റി നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ നെഗറ്റീവ് അനുഭവങ്ങളും നമ്മെ പോസിറ്റീവ് അനുഭവങ്ങൾ വിലമതിക്കാൻ തയ്യാറാക്കുകയാണ്. വിരുദ്ധങ്ങളാണ് ജീവിതത്തെ ബാലൻസ് ചെയ്ത് സൗന്ദര്യമുള്ളതാക്കുന്നത്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു പ്രശ്നത്തിലൂടെയോ വേദനയിലൂടെയോ കടന്നു പോകുമ്പോൾ ഓർക്കുക, ഈ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ അതിൻ്റെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ പ്രിയരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം സ്പിരിച്വൽ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും
മറക്കരുത്. നന്ദി.